ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ സൈലം ബാച്ചിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ഓഫ്ലൈൻ ചൂസ് ചെയ്തില്ല, ആരൊക്കെ ഓൺലൈൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ട്യൂഷൻ തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും, അതിൻ്റെ ഇത് എടുക്കുമ്പോൾ ഉള്ള പ്രോസ് ആൻഡ് കോൺസ് അതെല്ലാം അറിയണമല്ലോ. അതൊക്കെ എങ്ങനെ എക്സാമിന് ഹെൽപ്പ് ചെയ്തു, ഇതെല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻ ഡെപ്തിൽ തന്നെ ഈച്ച് ആൻഡ് എവറിത്തിങ് പറഞ്ഞു പോകാം. കാര്യം അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. കാരണം ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പോലുള്ള ഒന്നെങ്കിൽ സൈലം ബാച്ചിൻ്റെ റിവ്യൂ, അല്ലെങ്കിൽ സൈലം ബാച്ചിനെ കുറിച്ചുള്ള ലൈക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ലാസ്റ്റ് എനിക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും പറയുന്നത്, ഞാൻ ഒരു സൈലം സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ ആ കുട്ടി +1 എന്തോ ആണ്, സൈലത്തിൽ ജോയിൻ ചെയ്താലും എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓഫ്ലൈൻ ട്യൂഷനൊന്നും പോകണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഞാൻ എങ്ങനെയാണ് സൈലം ചൂസ് ചെയ്തതെന്നുള്ളതാണ്. സൈലത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, ഞാൻ 10th തുടങ്ങിയ സമയത്തൊക്കെയാണ് സൈലം ക്ലാസ്സസൊക്കെ കണ്ടു തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇതിൽ സൈലം ക്ലാസ്സൊന്നും അല്ലായിരുന്നു കാണുന്നത്. പിന്നെ കുറച്ചൊക്കെ കാണുമ്പോൾ എനിക്കത് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സൈലത്തിൽ ചേരട്ടെ എന്ന്. അപ്പോൾ അയ്യോ ഓഫ്ലൈൻ ട്യൂഷൻ അല്ലേ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു അധികം ഞാനും അങ്ങനെ ഓൺലൈൻ ആയിട്ട് സൈലത്തിൻ്റെ ക്ലാസ്സൊന്നും കാണാത്തതുകൊണ്ട് എനിക്കും അധികം അറിയത്തില്ല, വീട്ടിലും അധികം അറിയത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു വേണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് 10th മോഡൽ എക്സാം ആൻഡ് പബ്ലിക് എക്സാം ഈ ഒരു ടൈം എത്താറായ ടൈമിലാണ് ഞാൻ സൈലത്തിൻ്റെ മാരത്തോൺസ് ആൻഡ് ലൈവ്സ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. അതായത് കംപ്ലീറ്റ് സൈലത്തിൻ്റെ ക്ലാസ്സസ് ഒന്നുപോലും മിസ് ചെയ്യാതെ കാണും. അപ്പം ഞാൻ ഇയർഫോണൊന്നും വെക്കാതെ ജസ്റ്റ് ഹാളിലിരുന്നാൽ ഞാൻ ക്ലാസ് കാണാം ആ ടൈമിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈ ക്വാളിറ്റി വെച്ച് കേൾക്കാം. അപ്പോൾ വീട്ടിലും എല്ലാവരും ഈ ക്ലാസ്സസിൻ്റെ കൂടെ ഫെമിലിയറായി. അങ്ങനെ പിന്നെ 10th ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമായപ്പോൾ ഇങ്ങനെ അമ്മ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഓഫ്ലൈൻ ട്യൂഷന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ലേ പറഞ്ഞത്, നിനക്ക് സൈലമാണ് ഓക്കെ, നീ പഠിക്കുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്തു, നമുക്കത് എടുക്കാം. അങ്ങനെ ഞാൻ 10th എക്സാം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എക്സാമിൻ്റെയൊക്കെ ടൈമായപ്പോൾ തന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ ഞാൻ ഫസ്റ്റ് പ്രീ ബുക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു നമ്മുടെ ഈ ഒരു സൈലം ബാച്ചിൻ്റെ കാര്യം. എന്തുകൊണ്ട് ഓഫ്ലൈൻ ട്യൂഷൻ സെലക്ട് ചെയ്തില്ലെന്ന് വെച്ചാൽ, എനിക്ക് സെൽഫ് സ്റ്റഡിയാണ് കുറച്ചുകൂടി ബെറ്റർ. അതായത് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ടൈമുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പഠിക്കാൻ പറ്റും, എനിക്ക് ഫ്ലെക്സിബിളായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ്. എനിക്കല്ലെങ്കിൽ ഒരാൾ എന്നെ പ്രഷറൈസ് ചെയ്ത് പഠിപ്പിക്കാൻ എനിക്ക് ഓക്കെ ആവുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ അടി കിട്ടും, ആ ഒരു രീതിയിൽ കുറച്ച് പേടിച്ച് അങ്ങനെ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് കുഞ്ഞിലേ തൊട്ട് എന്നെ ആരും പ്രഷറൈസ് ചെയ്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണം. അതായത് എനിക്ക് തോന്നി എനിക്കിഷ്ടമായിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിലും മോർണിംഗ് ഞാൻ പഠിക്കാൻ വേണ്ടി വന്ന് തന്നെത്താനിരുന്ന് പഠിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വെച്ച ഒരു ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അത് ഒരിക്കലും ഒരാൾ എനിക്ക് പ്രഷറൈസ് ചെയ്ത് ചെയ്യുമ്പോൾ അത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കുറച്ചുകൂടെ സമാധാനത്തിൽ പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഒരിക്കലും ഞാൻ ഇതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യം പോസിറ്റീവ്ലി ഇപ്പോൾ എന്നിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് പേരിൽ ചിലപ്പോൾ നെഗറ്റീവ്ലി ആയിരിക്കും. കാര്യം ആരും കൺട്രോൾ ചെയ്യാനില്ല, അല്ലെങ്കിൽ ആരും ഒരു ഗോളും കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളൊരു ഫീലൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉഴപ്പുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അത് ഈ ഓൺലൈനൊക്കെ എടുത്തിട്ട്. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ ഓഫ്ലൈൻ ഓർ ഓൺലൈൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നമുക്ക് ഏതായിരിക്കും കൺവീനിയൻറ്റ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ സ്റ്റഡി ചെയ്യാൻ അതായിരിക്കണം സെലക്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈലം ബാച്ചിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സൈലം സൂപ്പർ കിങ്സ് ആണ്, കഴിഞ്ഞ വർഷം കിങ്സ് 11, അതായത് നീറ്റ് ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അഗ്നി ബാച്ചിലായിരുന്നു, പിന്നെ അവിടുന്ന് നീറ്റ് ബാച്ചിലോട്ടും കൂടെ മാറിയതാണ്. പിന്നെ ക്ലാസ്സസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ക്ലാസ്സസ് ആയിരുന്നു. ഇപ്പോൾ എന്നും വൈകിട്ടാണ് നമുക്ക് ക്ലാസ് വരാം. അപ്പോൾ സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് ആയിരുന്നു ഞാൻ കാണുന്നത്. ആൻഡ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിന് മാത്രമേ ഞാൻ അഗ്നിയിലെ ക്ലാസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ക്ലാസ്സസ് ആണ്. കാര്യം അത്യാവശ്യം കണ്ടന്റ് എല്ലാം പറയുന്നുണ്ട്, അത്യാവശ്യം എക്സ്പ്ലനേഷൻ ഉണ്ട്, നമുക്ക് സെൽഫായിട്ട് ഓക്കെ ആക്കി പോകാൻ പറ്റുന്ന പോർഷൻസാണ്. കുറച്ചുകൂടെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ക്ലാസ്സസ് ആണ്.
അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാംസും കാര്യങ്ങളൊന്നും അത്ര ടഫായിട്ട് വന്നില്ല. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ആ ഒരു ടൈമിൽ എല്ലാവരും പറയുമായിരുന്നു NCERT അധികം ഫോക്കസ് ആക്കണ്ട, കാര്യം നമുക്ക് ജസ്റ്റ് PYQs മതിയെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു സമയത്ത് ഞാൻ NCERT അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് മാത്സ് കുറച്ച് ടഫായിട്ട് വന്നപ്പോൾ അത് നോക്കിയായി അയ്യോ ഇതെന്ത് പറ്റി എന്നുള്ളൊരു ലെവലിലോട്ട് പോയി. ആൻഡ് അതിന് ശേഷമാണ് NCERT കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അതിന് ശേഷമാണ് സൈലത്തിൽ ടോപ്പർ സീരീസ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ഫൈനൽ എക്സാം ടൈം ആയപ്പോൾ വന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും എനിക്ക് സൈലത്തിൽ ഇഷ്ടപ്പെട്ടത് എൻഡ് ഗെയിം ആയിരുന്നു. അതായത് എൻഡ് ഗെയിം ലാസ്റ്റത്തെ ഒരു മാസം കൊണ്ട് ഫുൾ പോർഷൻസ് കവറാക്കാന്ന് പറയുന്നതും അതും വിത്തിൻ സ്മാൾ ടൈമാണ്. അതായത് ലൈക്ക് 1.5-2 മണിക്കൂറുണ്ട് ഒരു ചാപ്റ്റർ ഇൻ ഡെപ്തിൽ കംപ്ലീറ്റ് കാര്യം. എൻ്റെ അടുത്ത് ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഫുൾ പറയാൻ പറ്റുമോ? ഓഫ്കോഴ്സ് നമുക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ആ ഒരു ചാപ്റ്റർ ഫുൾ ആ 2 മണിക്കൂർ പഠിച്ചു. അവരത് അത്ര ഇൻ ഡെപ്തിൽ അത്ര സെറ്റായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പർ സീരീസിൻ്റെ ഡിസ്കഷനും കൂടെ കാണുമ്പോൾ ആ ഒരു ചാപ്റ്റർ ഒരുവിധം ഓക്കെയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ 1-2 തവണയൊക്കെ ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്യാനും കൂടെ പറ്റിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ സൈലത്തിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ഞാൻ ബോർഡ് എക്സാമിൻ്റെ മെറ്റീരിയൽസ് ഒന്നും വാങ്ങിയിട്ടില്ല. ഇൻസ്റ്റാലേൺ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ എക്സാംസിന് പബ്ലിക് ആയിക്കോട്ടെ മോഡൽ ആയിക്കോട്ടെ, ഞാൻ എക്സാംസിന് പോകുമ്പോൾ ഇൻസ്റ്റാലേൺ വെച്ചിട്ടായിരുന്നു ഓരോ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തിട്ട് പോകുന്നത്. അത് കുറച്ചുകൂടെ ബെറ്റർ. കാര്യം ഒരു പോർഷൻ കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ വർഷം 510 മാർക്ക് ഉണ്ടായിരുന്നു. 98% ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത റേഞ്ചിനേക്കാളും എനിക്ക് ആ ഒരു ഇതിലോട്ട് ഞാൻ സൈലം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിലെ ക്ലാസ്സസ് മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അത് കണ്ടു പഠിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു സ്കോർ കിട്ടി. അപ്പോൾ ഓഫ്കോഴ്സ് മനസ്സിലാവുമല്ലോ, നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കണം, അത് മാത്രമേ ഒരു കാര്യമായിട്ട് പറയാനുള്ളൂ. സൈലത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും അതിൻ്റെ 100% നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതായിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഇപ്പോൾ +1 ആയിക്കോട്ടെ, ഇപ്പോൾ +2 ഞാൻ പഠിക്കുമ്പോഴായിക്കോട്ടെ, എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ കസിൻസ് 2 പേര്, അവർ 2 പേര് ഇപ്പോൾ 9th പഠിക്കുന്ന ഒരാളുണ്ട്, 10th പഠിക്കുന്ന ഒരാളുണ്ട്. അവർ ലാസ്റ്റ് 2 years ആയിട്ട് സൈലത്തിൻ്റെ ബാച്ചിൽ തന്നെ. അപ്പോൾ അവർക്കും ഉള്ള എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഓഫ്കോഴ്സ് ഇറ്റ്സ് ബെറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം എൻ്റെ ഫ്രണ്ട്സും ഇപ്പോൾ ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ +1 ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ബെറ്റർ എന്ന് പറഞ്ഞ് അവരും അത് മാറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ഞാൻ പറഞ്ഞല്ലോ ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക. ഒരിക്കലും നമുക്ക് ഒരാൾ നമ്മളെ ബെറ്ററായിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരൊറ്റ റീസണിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾക്കറിയാം സൈലത്തിൽ തന്നെ ഇപ്പോൾ നിങ്ങളൊരു ട്യൂഷൻ സെൻറ്റർ എടുത്തോട്ടെ, അവിടെ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. അവിടെ കുറേ പേരുണ്ടാവും, പക്ഷേ അതിൽ കുറച്ച് പേർക്കായിരിക്കും നല്ല മാർക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ അത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൈലം എന്നെ സംബന്ധിച്ച് എനിക്ക് സൈലത്തിൻ്റെ ക്ലാസ് കണ്ട് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം പോർഷൻസൊക്കെ എനിക്ക് പേഴ്സണലി ഓക്കെ ആയി തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു സൈലത്തിൽ ചേർന്നാൽ ബെറ്റർ ആയിരിക്കും. അഫ്കോഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുള്ള ആരുടെ ഞാൻ പറയും സൈലത്തിൽ ധൈര്യത്തോടുകൂടി ചേർന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അതിനുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് പക്കാശ. പക്ഷെ നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. ഞാൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ സമയത്ത് എന്തോ ആണ്. അപ്പോൾ അതിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടാണ് ഞാൻ വെച്ച് കുറച്ചുകൂടി ഇൻഡെപ്തിൽ കാര്യങ്ങൾ പറയാമെന്ന്. ഇത് മിക്കവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക് യു.